മക്കളെ, നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ പെൻലും ഉണ്ട്. ആ സിമ്പിൾ പെൻലിനകത്തിൻ്റെ ബോബിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് താഴെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡ്രില്ല് ചെയ്തു. അപ്പോൾ വെള്ളം സ്വാഭാവികമായിട്ട് ഇറങ്ങിപ്പോ അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ്റെ പീരീഡിന് എന്ത് സംഭവിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനോടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തതിനു ശേഷം ബാക്കി കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 3 കേസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഫുള്ളി എന്താണ് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഇതിൻ്റെ സെൻട്രൽ മാസ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ ഇത്രയും ദൂരമാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഇനി സെക്കൻഡ് കേസിൽ വെള്ളം കുറച്ച് ഇറങ്ങിപ്പോയി. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഈ മാസ് എന്ത് ചെയ്യും, താഴോട്ട് വരും. മാസ് താഴോട്ട് വരാൻ നേരത്ത് നമ്മുടെ സെൻട്രൽ മാസ് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ലെങ്ത് കൂടി. അപ്പോൾ ലെങ്ത് കൂടിയാൽ എന്താ സംഭവിക്കുന്നത്, ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. ഇനി മൂന്നാമത്തെ കേസാണ് ഇൻട്രസ്റ്റിംഗ് കേസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി വെള്ളം ഫുള്ള് പോയിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി വെള്ളം പോയി കഴിഞ്ഞാൽ ഈ സെൻട്രൽ മാസ്, താഴെയുള്ള ഈ സെൻട്രൽ മാസ് നമുക്കറിയാം ഇതൊരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ല് പോലെയാണ്. നേരെ കൃത്യം എൻ്റെ സെൻട്രലോട്ട് വരും. അപ്പോൾ ലെങ്ത് അഗെയിൻ എന്ത് ചെയ്യുന്നു മക്കളെ, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ആദ്യം ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും, പിന്നീട് ടൈം പീരീഡ് എന്ത് ചെയ്യുന്നു മക്കളെ, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്താണ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ.